ഇനി ആലപ്പുഴയിലേക്കാണ്. അവിടെ വീട്ടിൽ കയറി കണ്ണിൽ മുളക് പൊടി എറിഞ്ഞ് വൻ കവർച്ച. കൈതവന അപർണയിൽ സുദർശനന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. സുദർശനന്റെ കണ്ണിൽ മുളക് പൊടി എറിഞ്ഞ് വീട്ടിൽ പൂട്ടിയിട്ടതിനു ശേഷം 15 പവനാണ് കവർന്നിട്ടുള്ളത്. ആലപ്പുഴ സൗത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു. മനീഷ് മെഹിവാലിനോട് കൂടുതൽ വിവരങ്ങൾ ചോദിക്കാം. മനീഷ്, ഇത് എപ്പോൾ നടന്നതാണ് ഈ ഒരു കവർച്ച, ഈ ഒരു മോഷണം? ഈ മോഷ്ടാക്കളെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ പോലീസിന് ലഭിച്ചോ? ഷിയാസ്, ഒരു മോഷ്ടാവ് മാത്രമാണുള്ളത്. ഒരാഴ്ച നീണ്ട ആസൂത്രണത്തിന് ശേഷമാണ് ഈ കവർച്ച എന്നാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. അതായത് പോലീസിന്റെ തന്നെ പോലീസ് സ്റ്റേഷന് തൊട്ടടുത്ത് കെ സി വേണുഗോപാൽ MP-യുടെ വീടിന്റെ 100 മീറ്റർ അകലെ മാത്രം ആലപ്പുഴ കൈതവന കണിയാങ്കുളം ജംഗ്ഷന് സമീപം സൂപ്പർ മാർക്കറ്റിന്റെ തൊട്ടടുത്ത് റോഡിന് സമീപമുള്ള സുദർശനൻ റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹവും ഭാര്യയും മാത്രമാണ് വീട്ടിൽ താമസിക്കാനുള്ളത്. അദ്ദേഹത്തിന്റെ വീടിന്റെ മുകളിലത്തെ നിലയിൽ വാടകയ്ക്ക് കൊടുക്കാൻ ഇട്ടിരിക്കുകയാണ്. നിലവിൽ ഒഴിഞ്ഞ അവസ്ഥയാണ്. അവിടെ വാടകക്കാരൻ എന്ന നിലയിൽ കഴിഞ്ഞ ഒരാഴ്ചയായി ഒരാൾ വന്ന് ബന്ധപ്പെടുന്നുണ്ട്, കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. ഇന്ന് ഈ വാടകയുമായി ബന്ധപ്പെട്ട കരാർ എഴുതാൻ വരാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ തിങ്കളാഴ്ച ദിവസം ഇന്ന് ഉച്ചയ്ക്ക് 11:30 മണിയോടുകൂടി ഇയാൾ വീട്ടിലെത്തുന്നു. ആ സമയത്ത് സുദർശനനും ഭാര്യയും മാത്രമായിരുന്നു, പ്രായമായ ഭാര്യയും സുദർശനും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. അങ്ങനെ ഇന്ന് വാടക ചീട്ടെഴുതാം, കരാർ എഴുതാം എന്ന് പറഞ്ഞ് ഈ മോഷ്ടാവ് പ്രതി ഒറ്റയ്ക്ക് വീട്ടിലെത്തുന്നു. വീട്ടിലെത്തിയ ശേഷം ഈ വാടക വിവരങ്ങളെ സംബന്ധിച്ചുള്ള കരാർ വ്യവസ്ഥയെപ്പറ്റി സംസാരിക്കുന്നതിനിടയിൽ കയ്യിൽ കരുതിയ മുളക് പൊടി സുദർശനന്റെ കണ്ണിലേക്ക് എറിഞ്ഞു. സുദർശനെ നിലവിളിച്ച കേട്ട് അടുക്കളയിലുണ്ടായിരുന്ന ഭാര്യ കൂടി രക്തമ്മ കൂടി അവിടേക്ക് എത്തി. രക്തമ്മയും നിലവിളിക്കുന്ന കേട്ട് രക്തമ്മയുടെ വായിൽ തുണി തിരികെ കയറ്റി. അങ്ങനെ ഭർത്താവിന്റെ കണ്ണിൽ മുളക് പൊടി എറിഞ്ഞു, ഭാര്യയുടെ വായിൽ തുണി തിരികെ കയറ്റിയ ശേഷം വീട് അകത്ത് നിന്ന് പൂട്ടി. മോഷ്ടാവ് ഒറ്റയ്ക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇരുവരെയും ക്രൂരമായി മർദ്ദിച്ച ശേഷം എവിടെയൊക്കെയാണ് പണവും സ്വർണവും വിലപിടിപ്പുള്ള കാര്യങ്ങൾ ഇരിക്കുന്നതെന്ന് ഇവിടെ ഇന്ന് ചോദിച്ചറിഞ്ഞു. അങ്ങനെ മർദ്ദനം ഭയന്ന് എവിടെ അലമാരിയുടെ താക്കോൽ എവിടെയെന്ന് ഇവർ പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. അങ്ങനെ അലമാരിയുടെ താക്കോൽ തുറന്ന് 15 പവൻ സ്വർണം കവർന്നു. ഇപ്പോഴിതാ ഈ മോഷ്ടാവിന് വേണ്ടി ആലപ്പുഴ സൗത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആലപ്പുഴ സൗത്ത് പോലീസാണ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുള്ളത്. ഷിഹാസ്, ശരി, എത്രയും വേഗം ഈ മോഷ്ടാവിനെ പിടികൂടാൻ പോലീസിന് കഴിയുമെന്ന് തന്നെ കരുതാം.